ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാനശ്രോതാക്കൾക്കും വീണ്ടും ഈ ഭൂമിയിലേക്ക് പുനരാഗമിക്കുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞങ്ങൾ അറിയിക്കുകയാണ്. എക്സലൻസ് മിനിസ്ട്രിയുടെ ഭാഗമായി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കുമെതിരെ സുവിശേഷത്തിലൂടെ നടത്തിവരുന്ന ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ ദേശത്തും കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തത്. ഇന്ന് നാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന കൃത്യങ്ങളുടെ പരമ്പരകളാണ് ഓരോ നിമിഷങ്ങളും നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പേസ് യുഗത്തിലേക്കും അഞ്ചലോട്ടക്കാരൻ നീമയിലേക്കും ഒക്കെ ലോകം വളർന്നു. കമ്പ്യൂട്ടറിൽ നിന്നും AI വന്നു നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് അനേക പ്രതികൂലമായ സംഭവങ്ങളുടെ പരമ്പരകൾ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയ സാങ്കേതിക രംഗത്തുള്ള മനുഷ്യന്റെ കുതിപ്പ് നല്ല ഭാവിയുടെ പ്രത്യക്ഷ കിരണമായി കാണാമെങ്കിലും അതിനും സാരമായി മങ്ങൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പത്രമാധ്യമങ്ങളിലൂടെ TV ചാനലുകളിലൂടെ നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള നിരവധി ക്രൂരകൃത്യങ്ങളുടെ പരമ്പരകൾ നമ്മെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന് എന്ത് സംഭവിക്കും, മനുഷ്യവർഗത്തിന് എന്ത് സംഭവിക്കും? വളരെ ശക്തമായി ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിനും രൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നകന്ന പാപവഴികളിലേക്ക് വീഴുവാനിടയായിത്തീർന്നു. പാപത്തിലേക്ക് വീണ മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാത്രം വീഴ്ചയല്ലായിരുന്നു, മനുഷ്യവർഗത്തിന്റെ വീഴ്ചയായിരുന്നു. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വീണ്ടെടുപ്പുകാരനായ ദൈവം ചെയ്തത് തന്റെ ഓമന കുമാരനായ ക്രിസ്തുവിനെ പാപം നിറഞ്ഞ ഭൂമിയിലേക്ക് പാപമില്ലാത്തവനായി അയക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് തന്റെ ശരീരം മനുഷ്യന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി കാൽവരി ക്രൂശി 2 കള്ളന്മാരുടെ നടുവിൽ ഏൽപ്പിച്ചു കൊടുത്ത് മനുഷ്യവർഗത്തിന് എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ടല്ല ഈ ഭൂമിയിൽ പിറവിയെടുത്തത്, മറിച്ച് മാനവകുലത്തിന്റെ മനുഷ്യനായി പിറന്ന സകല മനുഷ്യവർഗത്തിന്റെയും വീണ്ടെടുപ്പുകാരനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഉലകത്തിൽ ഉദയം ചെയ്യുവാനിടയായി തീർന്നത്. അനേക തത്വചിന്തകന്മാരും അനേക രാഷ്ട്രീയ പ്രഭുക്കന്മാരും അനേക നേതാക്കന്മാരും ഗുരു ആചാര്യന്മാരും അനേക വിപ്ലവകാരികളായിരിക്കുന്ന പ്രബുദ്ധരായ ആളുകളൊക്കെ ഈ ലോകത്ത് കടന്നു വന്നെങ്കിലും അവരൊക്കെ ഈ ഉലകം വിട്ട് കടന്നു പോകുമ്പോൾ ഒന്നുമില്ലാത്തവരായി 6 മണ്ണിൽ നീറിയൊടുങ്ങി പ്രാണനെ വെടിയുമ്പോൾ, പ്രിയമുള്ളവരെ, മരണത്തെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ വിമോചനത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി മനുഷ്യവർഗത്തിന് എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സ്ഥാപിക്കുവാനിടയായി. അത് തന്റെ അവസാനത്തുള്ള രക്തവും കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദേശനിവാസികളോട് തെരുവോരങ്ങളിൽ, കടകളിൽ, വീടുകളിൽ, ടെറസുകളിലൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയുവാനുണ്ട്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയ്ക്ക് വേണ്ടി തീർത്ഥാടനങ്ങൾ നടത്തുന്നവരെ, രക്ഷയ്ക്ക് വേണ്ടി പദയാത്രകൾ നടത്തുന്നവരെ, രക്ഷയ്ക്ക് വേണ്ടി കർമ്മമാർഗങ്ങൾ നടത്തുന്നവരെ, നേർച്ചകളും കാഴ്ചകളും കർമ്മമാർഗങ്ങളും പദയാത്രകളും ഒന്നും നിങ്ങളെ രക്ഷയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയാതെ നിങ്ങളുടെ മനസ്സാക്ഷിവിനെ നിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി ഉലകത്തിൽ ഉദയം ചെയ്ത യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനാൽ മാത്രമേ നിങ്ങൾക്കൊരു നിത്യരക്ഷ സ്വായത്തമാക്കുവാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഈ ലോകത്തിലെ ജീവിതമാണ് ജീവിതം, ഇവിടെ അടിച്ച് പൊളിച്ച് സുഖിച്ച് ജീവിച്ച് ഏറിയാൽ 80 കാലം കൊണ്ട് തികഞ്ഞ് എല്ലാം ഇവിടെ കൊണ്ട് കഴിയുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ
നിങ്ങളുടെ ചിന്ത വെറും മിഥ്യയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകലിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്താ കാരണമെന്നറിയാമോ? സർവശക്തനായ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരു മരണാനന്തര ജീവിതം വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വളരെ ആധികാരികമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതിനെന്താ തെളിവെന്ന് ചോദിച്ചാൽ, ഇന്ന് ഉലകത്തിൽ മരിച്ചിട്ട് മരണത്തെ ഉയർത്തെഴുന്നേറ്റ് ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അനേക ആചാര്യന്മാരുടെയും വിപ്ലവകാരികളുടെയും തത്വചിന്തകന്മാരുടെയും അരിസ്റ്റോട്ടിലെ പോലെ, പ്ലേറ്റോയെ പോലെ, അതേ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെ, അലക്സാണ്ടർ മാക്സോണിയെ പോലെയുള്ള അനേക ധീരന്മാരുടെ കല്ലറകൾ ഇന്ന് അണഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീന്റെ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്: അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ യേശുവിനെ ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു കവലപ്രസംഗം മാത്രമല്ല, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു അനുഗ്രഹീതമായ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് ഇവിടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിലൂടെ പ്രവചിച്ചൊരു പ്രവചന സൂത്രമുണ്ട്: ഈ ഭൂമി കിറുന്നു, കുടുകുട പൊട്ടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. അത് വീഴുവാനുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു. ഭൂമി നിലപ്പതിക്കുവാൻ പോകുന്നു. എന്താ കാരണമെന്നറിയാമോ? മനുഷ്യന്റെ പാപം പെരുകിയതാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മനുഷ്യൻ പാപികളായി തീർന്നെങ്കിൽ ആ പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. മരണം ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണ്. മരണത്തിന് സമയമോ കാലമോ ഇല്ല. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മനുഷ്യനെ മരണം കൊണ്ടുപോകുന്നതിന് മുമ്പേ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനുള്ള ഒരു സന്ദേശമാണ് ഈ സായം സന്ധ്യയിൽ ഈ ദേശത്ത് ഞങ്ങൾ വിളംബരം ചെയ്യുന്നത്. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, ഇങ്ങനെയും തെരുക്കോടുകളിൽ ഉച്ചഭാഷയുടെ ശബ്ദം കേൾക്കുവാനില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടം മനുഷ്യനെ കടന്നുപിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചറിയിക്കുന്ന സദാനന്ദ സുവിശേഷമാണ്: യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളത്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ ഒരു പ്രത്യേക ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. തിരുവചനം ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ, ലിംഗ വ്യത്യാസങ്ങൾ കൂടാതെ, മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്ത യേശു ക്രിസ്തുവിനെ രക്ഷകനായി നിന്റെ അകത്ത് നീ വിശ്വസിച്ച് സ്വീകരിക്കുമെങ്കിൽ നിനക്ക് ഒരു നിത്യരക്ഷയുണ്ടെന്നുള്ള ഒരു സത്യമാണ് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കേ, എത്രയെത്രയോ യൗവനക്കാരായ ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? എത്രയോ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കുത്തൊടുക്ക് നാം പാർക്കുന്ന ഈ കേരളത്തിൽ പോലും ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന, സാക്ഷരത കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന, അതേ ഒരു കാലത്ത് വിദേശികളടക്കം വാനോളം പാടിപ്പുകഴ്ത്തി ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ, പണമില്ലാഞ്ഞിട്ടാണോ, പ്രാപ്തിയില്ലാഞ്ഞിട്ടാണോ, കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല പ്രിയമുള്ളവരെ, മനുഷ്യന് സമാധാനമില്ലാതെ നിരാശയുടെ നീരാളിക്കരങ്ങൾ അവനെ പിടിച്ചമർത്തുമ്പോൾ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ആത്മഹത്യയിലേക്ക് മനുഷ്യൻ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്രയോ യൗവനക്കാരായ 16, 17, 15 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നദീത്തടങ്ങളിലേക്ക് എടുത്തു ചാടി, ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലേക്ക് എടുത്തു ചാടി, ഏതെങ്കിലും ഒരു കുപ്പി വിഷത്തിലോ ഒരു ചാൽ കയറിലോ ഒക്കെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേക അതേ മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന പരമ്പരകളല്ലേ ഓരോ നിമിഷങ്ങൾ ഞാനും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വലിയ മാഫിയ സംഘങ്ങളുടെ പിടിയിലായി അമർന്നിട്ട് MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്നിന് അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ യൗവനക്കാരായ ആളുകൾ. കഴിഞ്ഞിടയ്ക്ക് പത്രത്താളുകളിൽ വായിച്ചറിഞ്ഞതും TV മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞതുമായ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു യുവ ഡോക്ടർ പിടിയിലായി. ഒരു മാതാവിനും പിതാവിനും ഏക മകൻ പഠിക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചതാണ്.
പഠിച്ച നല്ല ജോലിയൊക്കെ കിട്ടിയെങ്കിലും കയ്യിലിരിപ്പ് മോശമായിരുന്നത് കൊണ്ട് കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്നാണ്. സമൂഹത്തിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും അതെ രഹസ്യമായി കച്ചവടം നടത്തിക്കൊണ്ട് അതെ പാപത്തിന്റെ വഴികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന യൗവനക്കാരനായ ചെറുപ്പക്കാരൻ പോലീസിന്റെ പടിയിൽ പിടിപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഇവൻ മാരകമായ മയക്കുമരുന്നിന് അടിമകളായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു സംഭവകഥയുടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിളമ്പട്ടെ. തിരുവല്ലയ്ക്കകത്ത് പെരുന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വേങ്ങലും പെരുന്തുരുത്തിയൊക്കെ അടുത്തെടുത്ത സ്ഥലങ്ങളാണ്. അവിടെ കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു വാർത്തയുണ്ട്. ഒരു കാറിനകത്തൊരു മാതാവും പിതാവും കത്തി ചാമ്പലായി. വാർത്തകൾ അന്വേഷിച്ച് കടന്നു വന്നപ്പോൾ മനസ്സിലായി ആ അമ്മയ്ക്കും അപ്പനും ഒരു മകനായിരുന്നു. ഏക മകനിൽ ആശ്രയം വെച്ച് വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നെങ്കിലും മാരകമായ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെ പിടിയിൽ അമർന്നുപോയ മനുഷ്യൻ ഈ മാതാവിനെയും പിതാവിനെയും വല്ലാതെ ഉപദ്രവിക്കുകയും അവരെ കൊല്ലുവാൻ ഭീഷണിപ്പെടുത്തുകയും പല വർഷം കൊന്നുകളയുവാൻ തീരുമാനിക്കുന്നതായ ആ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ താങ്ങാനാകാത്തൊരു വേദനയായി കടന്നു വന്നപ്പോൾ അവർ ഒന്നും നോക്കാതെ ആ മാതാവും പിതാവും സ്വന്തം കാറിനകത്ത് ചില വീടുകളിൽ നിന്ന് ചില കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മാറി അവർ കത്തി ചാമ്പലായി തീരുവാനിടയായി. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രേമ നൈരാശ്യം കൊണ്ട് തിരുവല്ല പട്ടണത്തിന് നടുവിൽ കാമുകൻ കാമുകിയുടെ മേൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച വാർത്ത ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. എന്തിനാ കൂടുതൽ പറയുന്നത്? അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കുത്തൊഴുക്ക് ആളിപ്പടർന്നപ്പോൾ നാം കേട്ടിട്ടും ഇന്നും തീർന്നു പോകാതെ കാതുകളിൽ നിൽക്കുന്ന ഒരു വാർത്തയുണ്ട്. നമ്മുടെ പത്തനംതിട്ടയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നരബലിയും നരഭോജനവും ഒക്കെ ഇന്നും മറന്നു പോകാൻ പറ്റാത്ത അത് ക്രൂരകൃത്യങ്ങളുടെ പരമ്പരയായി മനുഷ്യ മനസ്സിനെ വേട്ടയാടിക്കൊണ്ട് ഒരു വല്ലാത്ത ലോകത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന ഈ സാക്ഷരതയിൽ മുമ്പ് നിൽക്കുന്ന ഈ കേരളത്തിൽ പോലും ഇങ്ങനെ ഹീനകരമായ മൃഗീയമായ വാർത്തകൾ കേട്ട് മനുഷ്യന്റെ മനം മടുത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനായി നിൽക്കുകയാണ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. മൃഗത്തെ നോക്കിക്ക് മാനുഷികമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാറില്ല. പക്ഷേ മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ടല്ലേ ജനിപ്പിച്ച അപ്പൻ പോലും മക്കളെ പീഡിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ നൊന്നു പ്രസവിച്ച അമ്മ പോലും യാതൊരു മാതൃകരണമില്ലാതെ കുരിശും തൊട്ടിന്റെ കീഴിലും കപ്പക്കാരയിലും ഓടയിലും തെരുവോരങ്ങളിലുമൊക്കെ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോകുന്നത്? അതുകൊണ്ടല്ലേ സാക്ഷരത കേരളം എന്താ ഇങ്ങനെയായി പോകുന്നത്? ദൈവത്തിന്റെ സ്വന്തം നാടെന്താ ഇങ്ങനെ ഒരു ഹീനകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അതിന്റെ പേരാണ് പാപം എന്ന് പറയുന്നത്. പാപം ഭീകരമായ ഒരു ശബ്ദമാണ്. അത് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ പാപത്തിൽ നിന്ന് കരകയറുവാൻ ഈ ലോകത്തിന്റെ ഇസങ്ങളോ ഈ ലോകത്തിന്റെ പ്രത്യശാസ്ത്രങ്ങളോ ഈ ലോകത്തിന്റെ ഭരണാധികാരികൾക്കോ ഒന്നും പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ പാപത്തിന് വേണ്ടി അവസാന തുള്ളി രക്തവും കാൽവരി കുരിശിൽ കൊടുത്ത് മനുഷ്യൻ എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സ്ഥാപിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിപ്പാനിടയായി തീരും. അതുകൊണ്ടാണ് യാതൊരു മടിയും കൂടാതെ ഈ ജംഗ്ഷന്റെ നടുവിൽ നിന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. യഹൂദന്മാർ അടയാളം ചോദിക്കുമ്പോൾ, യവനന്മാർ ജ്ഞാനമന്വേഷിക്കുമ്പോൾ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഈ ദേശത്ത് ഉയർത്തി കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ യേശു പാപികൾക്കായി വന്നു എങ്കിൽ എന്റെ ബൈബിൾ പറയുന്നു, യേശു ഇനി പാപം കൂടാത്തവർക്കായി മേഘാരുടനായി കോടാനുകോടി ദൂതന്മാരുമായി ദൂതസഞ്ചയമായി മധ്യാകാശത്തിൽ കടന്നു വരുന്ന ഒരു സമയമുണ്ട്. ഇന്ന് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവർ രഹസ്യ പാപങ്ങൾ കടിച്ചായി ജീവിതത്തെ നശിപ്പിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രസംഗം. ഇന്ന് ഈ സായം സന്ധിയിൽ ഈ ദേശത്തോട് ഞങ്ങൾ കൈമാറുന്നത്. പാപത്തിൽ നിന്നകത്തു നിന്ന് ശാപത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ ഒരേ ഒരു രക്ഷയുടെ കാര്യമെന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമമെന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തുവാണ് ലോകരക്ഷിതാവ്. യേശു ക്രിസ്തുവാണ് പാപത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരൻ. ഇവിടുത്തെ ഇസങ്ങൾക്കോ മതങ്ങൾക്കോ പൂജകൾക്കോ കർമാദികൾക്കോ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പദയാത്രകൾക്കോ ഒന്നും മനുഷ്യന്റെ വീണ്ടെടുപ്പിന് പ്രായശ്ചിത്തം തരുവാൻ കഴിയാതിരിക്കുമ്പോൾ പാപികൾക്ക് വേണ്ടി ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക്
കുതിരപ്പുറത്ത് പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവനായി കടന്നുവന്ന് എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സ്ഥാപിച്ച യേശു ക്രിസ്തുവിലേക്ക് ജീവിതം അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം മുൻപോട്ട് അതേ തുടങ്ങുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തുള്ള ദേശനിവാസികളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇനി സമയമില്ല, കാലമില്ല, ഈ കാലമെല്ലാം കഴിയും. അതുകൊണ്ട് ഇതാകുന്നു നിങ്ങളുടെ ടൈം, നിങ്ങളുടെ സമയം. യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തിന്റെ കവാടം തുറന്നു കൊടുക്കുക. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ താങ്കൾ ഒരു രോഗിയായിരിക്കാം, ഈ സന്ദേശം കേൾക്കുമ്പോൾ താങ്കൾ ഒരു വലിയ ഭാവിയായിരിക്കാം. എന്നാൽ പ്രിയ സുഹൃത്തെ, സ്നേഹിത, മാതാവേ, പ്രിയ കുഞ്ഞെ, ഇന്ന് പകൽക്കാലം ഈ സമയത്ത് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുണ്ട്, നിങ്ങളെ രക്ഷിക്കുവാൻ ഒരേ ഒരാൾക്കേ കഴിയത്തുള്ളൂ. അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതിന്റെ തെളിവെന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും കാൽവരി കൊടുത്ത ഒരേ ഒരുവനുള്ളത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. കാരണം ഇങ്ങനെ പറയുന്നു, അതേ ക്രൂശിൽ യേശു കിടക്കുമ്പോൾ അവന്റെ വിലാപ്പുറത്തേക്ക് മൂർച്ചയുള്ള കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവന്റെ വിലാപ്പുറത്തു നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനത്തുള്ള രക്തവും മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കൊടുക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിൽ, ദുഃഖത്തിൽ, വേദനയിൽ, കടഭാരത്തിൽ, ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ച് ഇനി എങ്ങനെ ജീവിതം മുൻപോട്ട് നയിക്കുമെന്ന് ഭാരപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ വേദന ആരോടും പറയുവാൻ കഴിയാതെ നിന്റെ വാഹനത്തിനകത്ത്, കടയ്ക്കകത്ത്, ടെറസുകളിൽ, വീടുകൾക്കകത്ത് രഹസ്യമായി ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോടാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. പാപവഴികളിൽ നിന്നും യേശുവിലേക്ക് കടന്നു വാ. നിന്റെ ഹൃദയമാകുന്ന വാതിൽ അരിമനാഥൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കാമെങ്കിൽ നിന്നെ വീണ്ടെടുക്കുവാൻ യേശു മതിയായവരാണ്. നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ യേശു മതിയായവരാണ്. ഇനി നേർച്ചകൾ വേണ്ട, കാഴ്ചകൾ വേണ്ട, തീർത്ഥാടനങ്ങൾ വേണ്ട. അതൊന്നും നിന്നെ നിത്യതയ്ക്ക് എത്തിക്കുവാൻ കഴിയത്തില്ല. പ്രിയ സുഹൃത്തെ, നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ ഒന്ന് സ്വീകരിക്കാമെങ്കിൽ, നിന്റെ പാപങ്ങൾ ഏറ്റുപറയാമെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ യേശുവിന് കഴിയും. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, നിന്റെ പാപം എത്ര കടുച്ചുവട്ടായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. നീ ഏത് വീട്ടിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഏത് ജാതിയിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇന്ന് പകൽക്കാലം നിന്റെ ജാതി നോക്കാത്തവൻ, നിന്റെ നിറം നോക്കാത്തവൻ, നിന്റെ പണം നോക്കാത്തവൻ, നിന്റെ സാഹചര്യങ്ങളെ നോക്കാത്തവൻ, നിന്റെ ചുറ്റുപാടുകളെ നോക്കാത്തവൻ, നിന്നെ അറിയുന്നവൻ, നിന്റെ സകലവിധമാകുന്ന പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമായി യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു പകൽക്കാലമാണ് ഈ സന്ദേശം. ഇത് വെറുതെയല്ല ഇവിടെ ഞങ്ങൾ പ്രസംഗിച്ചത്. ഞങ്ങൾ ആരും ഇവിടെ വെറുതെ വന്നവരല്ല. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം വേറെ പരിപാടിയൊന്നുമില്ല എന്ന് ചില ആളുകൾ ഇവിടെ കടന്നു വന്ന് ഇങ്ങനെ ബഹളമുണ്ടാക്കിയാണ്. നല്ല പ്രിയ സുഹൃത്തെ, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിന്നെ തേടിയാണ് രക്ഷകൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അവനെ കഴുകി ശുദ്ധീകരിച്ച് നിനക്കെന്നേക്കും ഒരു വീണ്ടെടുപ്പ് തരുവാൻ യേശു ക്രിസ്തുവിലേക്ക് ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതം സമർപ്പിക്കാനിടയായിത്തീരും. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇനി സമയമില്ല, ഇനി കാലമില്ല. അതുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് മുൻപോട്ടൊരു ജയകരമായ ജീവിതം നയിക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി.